അക്കരെ നമ്മൾ അറിയുന്നവരാരെങ്കിലും കാണോ ജീവൻ? അറിയാവുന്നവർ കാണുമെന്ന് ചോദിച്ചാൽ നമ്മളെ അറിഞ്ഞുകൊണ്ട് ഒറ്റ കൊടുക്കുന്നവരാരും കാണില്ല. നമ്മളെ സഹായിക്കാൻ ആസിഫ് ഏർപ്പാടാക്കിയവരെ കാണും. ആസിഫ് നമ്മുടെ കൂടെ വന്നില്ലല്ലോ. അവൻ പുറത്തുണ്ടാവണം. നമ്മളെ അന്വേഷിച്ച് തുരുത്തിലാരെങ്കിലും വരികയാണെങ്കിൽ ഇൻഫർമേഷൻ തരാൻ ആരെങ്കിലും വേണ്ടേ? നമ്മൾ എവിടെ പോയി ഒളിച്ചാൽ അവരന്വേഷിച്ചെത്തും. തുരുത്തിൽ വന്ന ആരും ബലമായി നിന്നെ കൊണ്ടുപോയില്ല. കടവ് കിടക്കാൻ വള്ളോ ബോട്ടോ വേണ്ടേ? നീന്തി കിടക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു തൽക്കാല ആശ്വാസം മാത്രമാണ്. എത്രയും വേഗം നമ്മുടെ മാരേജ് നടന്നില്ലെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. നമ്മുടെ രജിസ്റ്റർ മാരേജ് ഇനി നടക്കോ ജീവൻ? ഇല്ല, അതവർ മുടക്കും. പിന്നെ എന്ത് ചെയ്യാനാ പ്ലാൻ? ആദ്യം തുരുത്തിലെത്തട്ടെ. ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ അന്വേഷിച്ച ശേഷമേ ഈ മാരേജ് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കൂ. പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവര് വേറെ പല വഴി നോക്കും. നമ്മുടെ സമൂഹത്തില് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ അമ്പലത്തിൽ പോയി താലി കെട്ടിയാലും മതി. പിന്നെ നിയമപരമായ വല്ല കാര്യങ്ങൾക്കും വേണ്ടിയാ പലരും മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത്. പെൺകുട്ടി ഇപ്പോഴും നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ? ഉണ്ട്. മഞ്ചാടി ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അബിയുടെ റിലേറ്റീവ് ആണല്ലേ? അതെ സർ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയനാ ശബരിയേട്ടൻ. മഞ്ചാടി എന്റെ വൈഫിന്റെ അനിയത്തിയാ. അപ്പോ ശരി സർ. ഓക്കെ. അതെ, രജിസ്ട്രാർ പറഞ്ഞാലും കാര്യമുണ്ട്. രജിസ്റ്റർമാരെ നടക്കില്ലാന്ന് തോന്നിയാൽ അവരുടെ അടുത്ത നീക്കം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലികെട്ടാനാവും. പിന്നെ മഞ്ചാടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഏതായാലും താലികെട്ടൊന്നും നടക്കില്ലല്ലോ. സമയത്രയായില്ലേ? നാളെ അവരത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളില് രണ്ടുപേരും കണ്ടെത്താനുള്ള ശ്രമത്തിലാ എല്ലാവരും. അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ അബി എന്നെ അറിയിക്കണം. ശരി, ഞാൻ അറിയിക്കാം. പിന്നെ എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടാൻ ചാൻസ് കുറവാ. ഞാൻ നിങ്ങളുടെ ആളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ ചോർത്താൻ ഇവിടെ തന്നെ ആളുണ്ടല്ലേ? ഉണ്ടാവാം. ഏത് ഓഫീസിലും ഒരു കൈക്കൂലിക്കാരെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ശരി അബി, നിന്റെ ജോലി നടക്കട്ടെ. ഞാൻ ഇറങ്ങാം. വാടി സൂസന്നെ, വാ മക്കളെ, പെട്ടെന്ന് ഇവിടെ അടുപ്പിക്കേ. വാ 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 വാ. ഇങ്ങോട്ട് അടുപ്പിക്ക്. അങ്ങോട്ട് തള്ളു. ഓക്കെ അല്ലേ? ഇറങ്ങ മക്കളെ. കൈ തരാം.
ആന്റണി എന്നാ വിട്ടോ. ആയിക്കോട്ടെ. അതെ, വിളിപ്പുറത്തുണ്ടാവണേ. ഓ ആ മോളെ, ആയിക്കോട്ടെ. രണ്ടാളും വള്ളത്തിലിരുന്ന് പേടിച്ച പോലെ ഉണ്ടല്ലോ. ദേ, ഇനി പേടിയൊന്നും വേണ്ട, ഞങ്ങളുണ്ട്. ആ. ഇനി കൊച്ചുങ്ങളല്ലേ സൂസന്നെ? ഓ, ഈ കെട്ടുപ്രായമായെന്ന് കണ്ടാ തോന്നുവോ? മോക്ക് 18 വയസ്സ് തികഞ്ഞല്ലോ അല്ലേ? എനിക്ക് 20 വയസ്സ്. അപ്പൊ പോസ്കോ പേടിക്കണ്ട. എന്റെ മനുഷ്യ, പോസ്കോ അല്ല ആ പോപ്കോ. അങ്ങനെ തന്നെ. ആ മോൻ എത്ര വയസ്സായി? എത്ര വയസ്സായി? 21 കഴിഞ്ഞു. അപ്പൊ കല്യാണ പ്രായം തന്നെ. വാ, വാ മക്കളെ, നമുക്ക് എന്നാ പിന്നെ അങ്ങ് വീട്ടിലേക്ക് നടന്നാട്ടെ. ആ. ഞങ്ങളെ കുറിച്ച് ആസിഫ് പറഞ്ഞു കാണുമല്ലോ. ആ ഞാൻ ഓനാച്ചൻ. ഇത് എന്റെ ഭാര്യ സൂസന്ന. അങ്കിളിനെ ആന്റിയെ കുറിച്ച് ആസിഫിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആഹാ. നേരിൽ കാണുന്ന ആദ്യമായിട്ടാ. നിന്നെ എനിക്കറിയാം. ഈ കൊച്ചിനെ കുറിച്ചും അവൻ എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഇവിടെ ആരും നിങ്ങളെ പിടിക്കാൻ വരികയില്ല. ആരെങ്കിലും അഭയം തേടി വന്നാ ആ, ഈ തുരുത്ത് മുഴുവനും അവരുടെ കൂടെ. അത് തന്നെ. ഞങ്ങളുടെ വീട് ഇനി നിങ്ങളുടെയും കൂടി വീടാ. ആ. അങ്ങനെ കരുതാവൂ. വാ മോളെ. വാ മക്കളെ. ആഹാ, വേലപ്പോ. എടാ, ഗോള് വല്ലതും ഉണ്ടോ? എന്ത് ഗോള്? ഇത് നിങ്ങളുടെ സമയമല്ലയോ? ആ, ഏതാണോ മനച്ചാ പുതിയ പിള്ളേര്? അതൊക്കെ പറയാം. എടാ, കരിമീൻ ഉണ്ടെങ്കിലേ ആ കുറച്ച് വീട്ടിലായിട്ട് കൊണ്ടുപോവാ. ആയിക്കോട്ടെ. നടക്കും മോളെ. മക്കള് നടക്ക്. ദാ കണ്ടോ, ഇതാ നമ്മുടെ വീട്. മോള് വാ. ആന്റി അങ്കിള് മാത്രമാണോ വീട്ടില്? അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? മിക്കവാറും ഞങ്ങള് തനിച്ചാ. ഇപ്പൊ 2 പിള്ളേരുണ്ട്. അവര് ആന്റിയുടെ മക്കളാണോ? ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. നിങ്ങളെ പോലെ ആശ്രയം തേടി വരുന്നവരാ ഞങ്ങളുടെ മക്കള്. വാ, വാ മക്കളെ. വന്നോ. അവരെത്തിയടാ. ദ്രവ്യ എത്തിയോ? ഞാനൊന്ന് റെഡിയാവാൻ തുടങ്ങുമായിരുന്നു. പിന്നെ നിന്നെ കല്യാണം ആലോചിക്കല്ലേ അവര് വരുന്നേ. അങ്ങോട്ട് പോവാം. ദേ, ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ മക്കള്, മുരുകനും പവിത്രനും. അളിയോ, ഓർമ്മയുണ്ടോ? ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അത് ആസിഫ് പറഞ്ഞില്ല കേട്ടോ. അവൻ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി കാണും. മഞ്ചാടി ഞാനും ആസിഫും റിമാൻഡ് തടവുകാരായി ജയിലുള്ളപ്പോ ഇവരോടെ ഉണ്ടായിരുന്നു. മഞ്ചാടി അനന്തമാഷിന്റെ മോളാണല്ലേ? അതെ. അച്ഛനെ അറിയോ?